എന്ത് വെള്ളിയൊക്കെ ആ പെമ്പറന്ന ഒരു പെറ്റ? ഇല്ല മേശിരി, കിടന്നു വിളിയോടെ വിളി തന്നെ. കണ്ടും കേട്ടും ഇരിപ്പാനൊക്കില്ല. കെട്ടിയെടുത്ത് വല്ല ആശുപത്രിയിലും കൊണ്ട് ഇടാത്തത് ചത്ത് ഇവിടെ കിടന്ന് നാറാതെ. ആരുണ്ട് മേശിരി അതിനൊക്കെ ഒന്ന് സഹായിക്കും? ഞാൻ വിചാരിച്ച വല്ലതും നടക്കും. എന്റെ കയ്യിൽ അതിനുള്ള പാങ്ങുമില്ല. ആ ഇങ്ങനെയുള്ളതിലൊന്നും ആരും കാണില്ല. അനുഭവിക്കട്ടെ. വല്യേക്ക ഒന്നിങ്ങോട്ട് വരണം. എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നു. രക്ഷ വേണമെന്നൊരു ഒരു നാഴിക്ക് മുമ്പ് ആശുപത്രിയിൽ എത്തിക്കണം. അയ്യോ എന്റെ മോളെ, നമ്മൾ ഇത്ര മഹാഭാവികളായി പോയല്ലോ. സഹായത്തിന് ആര് പോലും ഇല്ലാതെ. അയ്യോ ഞാൻ ചത്തുപോമേ. എന്റെ മോളെ കരയാതെ സമാധാനമായിട്ട് കിടക്കും. അയ്യോ എല്ലാരും വരും. വേഗാട്ടെ, ഇനി താമസിക്കട്ടെ. കസേരം കൊണ്ട് ഇങ്ങോട്ട് നിൽക്കും. എന്തിനു നോക്കി നിൽക്കണേ? പിടിച്ച് നിങ്ങളെല്ലാം കൂടെ പിടിച്ചിങ്ങോട്ട് കിടക്കും. എളുപ്പാട്ടെ. സാവധാനം. സൂക്ഷിച്ച് പിടിക്കും എന്തെങ്കിലും. എങ്ങനെയുണ്ട് ഡോക്ടർ സാർ? ഒന്നും പറയാൻ വയ്യ. നോക്കാം. ഗർഭഛിദ്രം മൂലം മരണം. സ്ഥലത്തെ ഒരു പൗരപ്രമുഖന്റെ വീട്ടിൽ ജോലിക്ക് നിന്ന തങ്കമ്മ എന്ന പേരുള്ള ആശുപത്രിയില് കുട്ടി എന്താ ആണാ പെണ്ണാ? ചാകുള്ള 5-6 മാസമല്ലേ ആയുള്ളൂ. ഇപ്പൊ അറിയാൻ ഒക്കില്ലായിരിക്കും. ഈ പെണ്ണ് ഇവിടെ ഉണ്ടായിട്ട് ബാക്കിയുള്ളവർക്ക് എന്തോ ഗുണമണ്ണ? അവള് വലിയ പുള്ളിയല്ലേ? ചെല്ലമ്മ, ചെല്ലമ്മ, ചേച്ചേ പോട്ടിയല്ലമ്മ, സാരമില്ല. ഞാൻ പോണിയല്ലോ. ഞാൻ പിന്നെ വരാം. ആ നശിച്ച പെണ്ണിന് എങ്ങനെ ഇരിക്കുന്നോ എന്തോ? ആർക്ക്? ആ ചെല്ലമ്മയ്ക്ക്. ഒലഞ്ഞു പോട്ടെ. ആ ചെറുക്കനോട് ചോദിച്ചാൽ അറിയാം. എന്താടാ കൊച്ചിരാമ്മ, ചെല്ലമ്മയ്ക്ക് എങ്ങനെ ഇരിക്കുന്നു? കുറവുണ്ടോ? ആ 2 ദിവസത്തിനകം വരും. വരട്ടെ,
ഇവിടുന്ന് ഇറക്കി വിടണം. നാട്ടിന് മുഴുവൻ പേര് ദോഷം ഉണ്ടാക്കിയ മൂധയും. വാ പോവാ. തള്ളേ, കട്ടില് കയറി ഇരിക്കണ്ട. ആ, നിങ്ങൾക്ക് നാളെ വീട്ടിൽ പോകാമെന്ന് ഡോക്ടർ പറഞ്ഞു. നോയിക്കൊണ്ടിരിക്കാതെ വട്ടി ഇങ്ങോട്ട് തരാൻ. ആ എന്നാ കായിട്. എന്തടി കാർത്തി, നിന്റെ ചുന്നരിച്ചല്ലമ്മയുടെ മാപ്പിള വന്ന? എന്തോ ഞാൻ അന്വേഷിച്ചില്ല. പിന്നെ ആരാണിപ്പം ചെലവിന് കൊടുക്കണത്? മേസ്തിരി തന്നെ. അമ്മോക്ക, നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കിപ്പോയി ചുമ്മാ ദൈവദോഷം കിട്ടുന്ന വർത്താനം പറയാതെ. എന്നാലും കുറെ കടുപ്പം തന്നെ ഇവളുടെ കാര്യം. ആദ്യൊരു തുലുക്കരെ പിടിച്ചു, പിന്നൊരു നസ്രാനിയെ. ഇവൾക്ക് ഇതിപ്പേദം വല്ല ആറ്റിലോ കുളത്തിലോ ചടിച്ചാകരുതോ. ഇത് പറയേണ്ടത് അമ്മൂക്കൻ തന്നെ. അമ്മൂക്കന്റെ മുണ്ടുകട എങ്ങനെ നടന്നെന്നും വാസുകൊണ്ടൻ അധികാരി ഏമാൻ എത്ര രൂപ കൊടുത്തെന്നും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഓ, അറിയാമെങ്കിൽ കാര്യമായിപ്പോയി. അല്ലെങ്കിൽ നീയൊക്കെ അവളുടെ ഒട്ടേം പൊടി നിന്ന് ജീവിക്കുന്നോളല്ലേ. അക്ക, ഒന്ന് അവിടെ നോക്കിയേ. ചുടലത്തങ്ങ് നിറച്ച് കായ്ക്കുന്നുണ്ട്. എവിടെയാടി? ഇവിടെ കന്നി കായ്ക്കുന്ന കരിക്ക് ഒരെണ്ണം നമുക്ക് തന്നെ കുടിക്കണം. ചെല്ലമ്മ, മേസ്തിരി വരുന്നുണ്ട്. എന്ത് വള്ളിയാക്കാ, ഇന്ന് ചന്തയിലൊന്നും പോണില്ലേ? ആ, ചന്തയിൽ പോണം. അപ്പൊ ചെല്ലമ്മയോ? 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് വന്നാ മതിയെന്ന് ഞാൻ പറഞ്ഞു. ഇനിയെങ്കിലും മാനം മര്യാദയ്ക്കൊക്കെ നടക്കാൻ പറയണം. ഇല്ലെങ്കിൽ എല്ലാത്തിന്റെ മുട്ടടിച്ചൊടിച്ച് വിടരും. പറഞ്ഞേക്കാം. ഞാനും ഇറങ്ങണിയല്ലമ്മ. അയ്യോ മുതലാളി, അയ്യോ മുതലാളി, ഈ നേരത്തെ എന്തൊരു പറ്റിയേ? എന്തിനു പറ്റിയെന്ന്? അല്ല, ഇത് എന്തിനു മുതലാളി കൂടുതല്? ഇതൊന്നും വേണ്ടായിരുന്നു. എനിക്കറിയാമല്ല വേണമെന്ന്. 2-3 മാസം ആയില്ലേ കടയിലും തുറയിലും ഒക്കെ പോയിട്ട്. കൊച്ചിരാമൻ പോന്നുണ്ട്, അവൻ എല്ലാം വാങ്ങിച്ചോണ്ട് വരും. ഏതായാലും ഇരിക്കട്ടെ, കൊണ്ടുവന്നില്ലേ? ഞാൻ ആശുപത്രിയിൽ കിടന്നപ്പോഴും മുതലാളിക്ക് ഒരുപാട് കാശ് ചെലവായി. പിന്നെ കാശെന്തിന് ചെലവാക്കാനല്ലേ? ആടിന്റെ വിലയും ഇതുവരെ തരാൻ ഒത്തില്ല. ചെല്ലമ്മയ്ക്ക് അത്ര വിഷമമാണെങ്കിൽ നമ്മൾ തിരിച്ചു കൊണ്ടുപോയിക്കോളാം. അയ്യോ, അതുകൊണ്ടല്ല മുതലാളി. ഇങ്ങനെ കടം വാങ്ങിച്ചിട്ടാൽ എന്നെ കൊണ്ട് തിരിച്ചു തരാൻ ഒക്കില്ല. എന്റെ കയ്യിൽ ഒന്നുമില്ല മുതലാളി തരാൻ, ഒന്നുമില്ല തരാൻ. അപ്പോഴേ ചെല്ലമ്മയ്ക്ക് നമ്മളുടെ ഇഷ്ടമുണ്ട്. എന്ന് നമുക്ക് ഒരു മണി ചായ ളപ്പിക്കാം. ചെല്ലമ്മയുടെ കയ്യിൽ നിന്നൊരു ചായ കുടിക്കണമെന്ന് നമ്മൾ കുറെ നാളായിട്ട് ആശിക്കുന്നു. പഞ്ചാരയും തേയിലപ്പൊടിയൊക്കെ നമ്മൾ തന്നെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ട് പിടിക്കുന്നേ വേഗം ചെല്ലേ. സിസ്റ്റർ, നല്ലവണ്ണം ശ്രദ്ധിച്ചോളണം. വല്ല ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചേക്കണം. യെസ് ഡോക്ടർ.
കരയാതെ മോളെ, കരയാതെ. അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു തന്നെ തീരണം. എന്നാലും കുറെ കടുപ്പം തന്നെക്കായി ഈ പെണ്ണിന്റെ തലയിലെടുത്ത് എന്തെല്ലാം മാരണങ്ങളാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട്. മനസ്സറിയാർക്കും ഒരു ദോഷവും ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് ഇതാണല്ല ദൈവം തന്നത്. കരയാതെ മോളെ, ഒക്കെ നേരെയാവും. ചന്തയിലും വലിയ പുക്കാറായിരിക്കുന്നു. എന്താടാ കുഞ്ഞുരാമ? ഞാൻ പോണക്ക. പോണം? എങ്ങോട്ടാടാ? എന്തിനാ നീ ഇപ്പൊ പോണത്? പോണം. ഇതെല്ലാം കണ്ടും കേട്ടോണ്ട് എനിക്ക് ഈ വീട്ടിൽ കഴിയാൻ ഒക്കൂല. ആളുകൾ എന്റെ മുഖത്ത് നോക്കി അതും പറയണക്ക. എനിക്ക് പോണം. ഓഹോ, നിനക്കും പോണോ? എങ്കി പോയിക്കോ. അവനും പോയി. വള്ളിയേക്കന് മാനക്കേടില്ലേ? എങ്കിൽ അക്കന് പോയിക്കോ. ചെല്ലമ്മ, ഓണറേ, കാര്യം അറിഞ്ഞോ? അത്ര കണ്ട് ക്ലോസ് ആയി. എപ്പോ? ഇന്ന് വെളുപ്പിന് 3 മണി. അയ്യോ, കഷ്ടം. എന്ത് കഷ്ടം? അവൻ ചാവാനുള്ളവൻ തന്നെ. എങ്കിൽ പിന്നെ ഇനി കുഞ്ഞത്തിന് തൂക്കുവരം തന്നെ. താൻ കണ്ടോ ചാവണത്? ഇല്ല, ഞാൻ കണ്ടില്ല. പക്ഷെ ഇപ്പൊ ചത്ത് കാണും. ഞാനിപ്പൊ അത്രാം കണ്ണുമായിട്ട് സംസാരിച്ചിട്ട് വരിക. ചുമ്മാതെ ഇറങ്ങി തിരിച്ചോളാം. നേരം വെളുക്കുമ്പോഴേ കൊതിയും നുണയും പറഞ്ഞ് നാട്ടുകാരെ തമ്മിൽ അടുപ്പിക്കാം. ഇയാള് വലിയൊരാള്. ചുമ്മാ കടയിൽ നിന്നേ ഇല്ലാത്ത വർത്താനൊന്നും പറയരുത് കേട്ടോ ശിവശങ്കര. അയ്യോ, കാണുന്നില്ലല്ലോ. എന്താ ഈ കട്ടിലിൽ കിടന്ന ആളെവിടെ? അയാളുടെ കാര്യം ഒന്നും പറയണ്ട. നേരം വെളുത്തപ്പോ ആളെ കാണാനില്ല. സ്റ്റിച്ചസ് പോലും എടുക്കാതെയാണ് ഓടിക്കളഞ്ഞത്. ആരെയാ കാച്ചു കളയുന്നുണ്ടെന്നല്ല ഇന്നലെ പറയുന്നത് കേട്ടു. അപ്പോൾ അതാണ് അതിന്റെ കാര്യം. യു അതാ അവൻ വരഞ്ഞു. ഓണറേ, അവ ഇവിടെ അങ്ങനെ വന്ന ആര്? നമ്മളെ കുത്തിയ പന്നി കുഞ്ഞച്ചൻ. ഇല്ലല്ലോ. അവൻ ജാമ്യത്തിൽ ഇറങ്ങിയെന്നോ ഒളിവിലാണെന്നോ ഏതാണ്ടൊക്കെ പറയുന്നത് കേട്ടല്ലോ. ആ, അവനെ നമ്മള് കണ്ടുപിടിച്ചോളാം. ചെല്ലമ്മ, ആരാണത്? എന്താ ഇവിടെ പതുങ്ങിയിരിക്കണത്? ഇറങ്ങി പാടി വഴിയില്. മുതലാളി, ഞാൻ വിചാരിച്ച് ചത്തിരിക്കുമെന്നല്ലേ? ഇല്ലടി, അവനെയും കൊന്നിട്ട് ഞാൻ ചാവുള്ളു. എവിടെയാ? അയ്യോ മുതലാളി, എനിക്ക് അറിഞ്ഞൂടാ മുതലാളി, അറിഞ്ഞൂടാ. നിനക്ക് അറിഞ്ഞൂടല്ലേടി? നീ പറയണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. അയ്യോ മുതലാളി. പൊട്ടിത്തെറിച്ച് കൈ ഒടിഞ്ഞുന്നോ? ആശുപത്രിയിൽ ആരുണ്ട് ഒരു സഹായത്തിന്? എന്റെ പൊന്നു മേസ്ത്രി, ഇപ്പോൾ ഞാൻ എന്തേ ചെയ്യും? ഇവിടെ കിടന്ന് കരയാതെ ആശുപത്രി വരെ ഒന്ന് ചെന്നു. എവിടെ വന്ന്? അയ്യോ, ഞാൻ
സത്യം പറയണം, അവനോട് വരാറുണ്ടാ? ഇല്ല മുതലാളി, സത്യമായിട്ടും വന്നില്ല. നീ എവിടെ പോണു? വൈദ്യശാലയിൽ വല്യേക്കന് ഇത്തിരി മരുന്ന് വാങ്ങിക്കാൻ. ആ പോയിക്കോ. ഞാൻ എവിടെയൊക്കെ തന്നെ ഉണ്ട്, കാണുമ്പോ പറഞ്ഞേരെ.